ഹായ് ഫ്രണ്ട്സ്, ഈസി ടെക് ആൻഡ് ടൂൾസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഈസി ആയിട്ട് ഏറ്റവും എളുപ്പമാർഗത്തിൽ പെട്ടെന്ന് പ്ലാനുകൾ തയ്യാറാക്കാൻ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ഓട്ടോകാഡിൽ പ്ലാൻ വരയ്ക്കുവാനും അതിൻ്റെ എലിവേഷൻ തയ്യാറാക്കാനും സെക്ഷൻ തയ്യാറാക്കാനും പഞ്ചായത്ത് പെർമിറ്റ് പ്ലാൻ തയ്യാറാക്കാനും എല്ലാം, അതുപോലെ അതിൻ്റെ സൈറ്റ് പ്ലാൻ 1:400 എങ്ങനെ കുറച്ച് എടുക്കാം എന്നതിനെക്കുറിച്ചും ഇതിൻ്റെ ഒരു 3D വ്യൂ കാണുവാൻ വേണ്ടി ഓട്ടോകാഡിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചും എല്ലാമാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റായിട്ട് ഞാൻ ഒറ്റ പാർട്ടിൽ നമുക്ക് എല്ലാ ടൂൾസൊന്നും പരിചയപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 1ാം ഭാഗം 2ാം ഭാഗം 3ാം അങ്ങനെ പല ഭാഗങ്ങളായിട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് തീരില്ല, ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം, ഇതിൻ്റെ ഓരോ ചാനലിലെ ഓരോ വീഡിയോസും കാണാം. ആദ്യമായിട്ട് ഞാൻ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ആദ്യമായിട്ട് ഓട്ടോകാഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലാനുകളൊന്നും വരയ്ക്കാതെ കിടക്കുന്ന ഒരു ഫയലാണെങ്കിൽ നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. പുതിയൊരു പേജ് യൂണിറ്റ് സെറ്റ് ചെയ്യണം, അതിൻ്റെ യൂസിസ് ഐക്കൺ കറക്റ്റ് ചെയ്യണം, മെഷർമെൻറ്റുകൾ ഇടാനെല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്തപ്പോൾ സ്റ്റാർട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞാണ് ഇതിൽ വന്നത്. ഇത് പുതിയ വെർഷൻ ആയതുകൊണ്ടാണ്. പിന്നെ ഓരോ വെർഷനിൽ വേറെ രീതിയിലായിരിക്കും. സാധാരണ പഴയതിലൊക്കെ നേരിട്ട് ഓപ്പണായി വരാറുന്നു. ഇതിലൊന്ന് സ്റ്റാർട്ട് ഡ്രോയിങ് ഒന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഗ്രിഡ് ലൈനുകൾ കാണുന്നുണ്ട്. ഈ ഗ്രിഡ് ലൈൻ നമുക്കൊന്ന് ഓഫ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ചെയ്യണത്, ഗ്രിഡ് ലൈൻ ഓഫ് ചെയ്യാനായിട്ട് F7 ആണ്, F7 നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഗ്രിഡ് ലൈൻ ഓഫായി. ഗ്രിഡ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ F7 ക്ലിക്ക് ചെയ്താൽ മതി. വേണ്ട, ഏതായാലും വേണ്ട. ഇപ്പോൾ നമുക്കൊരു പേജ് ക്രിയേറ്റ് ആയി എന്ന് വിചാരിച്ച് നമുക്കൊരു ഡ്രോയിങ് വരയ്ക്കാനുള്ള രീതിയിൽ ആയിട്ടില്ല ഈ പേജ്. കാരണം ഇത് സെൻറ്റിമീറ്ററിലാണോ മീറ്ററിലാണോ ഇഞ്ചിലാണോ ഏത് ഇതിലാണോ വരയ്ക്കണമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിർണ്ണയിച്ച് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഫോർമാറ്റിൽ യൂണിറ്റ് എടുക്കാം. യൂണിറ്റ് എടുത്തു, അതിൽ നമ്മൾ പ്രെസിഷൻ 0 കൊടുത്തു. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഇതിപ്പോൾ ജസ്റ്റ് 0 കൊടുത്തുന്നുള്ളൂ. നമുക്ക് ഡയമെൻഷൻ സ്റ്റൈലാണ് പ്രധാനപ്പെട്ടത്. അതിൽ നമുക്ക് മോഡിഫൈ എടുത്തു. ഇതിൽ നമുക്ക് ലൈൻസ്, സിമ്പിൾസ് ആൻഡ് ആരോസ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. നമുക്ക് തൽക്കാലം ടെക്സ്റ്റ് ഹൈറ്റ്, ഇതൊരു 0.18 അടങ്ങുന്ന, അതിൽ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാനുണ്ടാവില്ല. നമ്മളൊരു 23, സാധാരണ ഒരു പ്ലാൻ 1:100 നമ്മൾ വരച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കുന്നത് പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ. പിന്നെ നമ്മുടെ സാധാരണ പ്രിൻ്ററിലൊക്കെ ഒരു നോർമലിൽ A4 എടുക്കുമ്പോൾ നമുക്ക് മെഷർമെൻറ്റ് കാണണമെങ്കിൽ 23 കൊടുക്കണം. അപ്പോൾ ഞാൻ 23 കൊടുത്തു. എന്നിട്ട് പ്രൈമറി യൂണിറ്റ് 0 ആക്കി കൊടുക്കണം. 0 പോയിൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ 11 സെൻറ്റിമീറ്റർ 12.5 സെൻറ്റിമീറ്ററിലൊന്നും നമ്മൾ പ്ലാൻ വരയ്ക്കാമല്ലോ. 11, 12 അങ്ങനെ ഓരോ ഒറ്റ സെൻറ്റിമീറ്റർ കണക്കിലെടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ അത്രയും എടുത്തു. അപ്പോൾ പ്രൈമറി 0 കൊടുത്തു. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാണ്. സെറ്റ് കറൻറ്റ് കൊടുത്തു, ക്ലോസ് കൊടുത്തു. ഇനി നമുക്ക് വരച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടൂൾസിൽ പോരായ്മ അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഒരു 3 മീറ്റർ നീളവും വീതിയുള്ള ഒരു റൂമിൻ്റെ ഇൻസൈഡ് പ്ലാൻ, അതിൻ്റെ ഭിത്തിയുടെ ഇതും കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലാണ് ഏറ്റവും എളുപ്പത്തിലാണ് ഈ പ്ലാൻ വരയ്ക്കാൻ രീതിയിലുള്ള ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട്. ഫസ്റ്റായിട്ട് നമുക്ക് ഒരു ലൈൻ എടുക്കുകയാണ്. ലൈനാണ് ഇതിൻ്റെ നമ്മളെ പ്രധാനം. അത് നമ്മൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്തു. എന്നിട്ട് മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈൻ വരും. ഇത് ചെരിഞ്ഞു പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഒരു സ്ട്രൈറ്റായിട്ട് കിട്ടുന്നില്ല.
അപ്പോൾ സ്ട്രൈറ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്ലാൻ കറക്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെഷർമെൻറ്റൊക്കെ തെറ്റുമ്പോൾ പ്ലാനുകളൊന്നും ശരിയാവില്ല. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ F8 ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഓട്ടോമാറ്റിക് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞു. F8 ഞെക്കി കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ അവസാനിപ്പിക്കാനാണെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നു, നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു, അവസാനിപ്പിച്ചു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, അവിടെ തീർത്തു. ആദ്യം ഞാൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാതെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ മൊത്തത്തിൽ പോയത്. ഇപ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ, എന്നാലാണ് ആ ലൈൻ അവിടെ നിലനിൽക്കുള്ളൂ. ഒരു ലൈൻ വരച്ചു, ഒരു ലൈൻ ഇങ്ങോട്ടും വരച്ചു. നമുക്കൊരു 3 മീറ്റർ നീളം വീതിയുള്ള ഇതാണല്ലോ റൂമാണല്ലോ വേണ്ട. ഇതിപ്പോൾ എത്ര സെൻറ്റിമീറ്റർ നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്കൊന്ന് മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 18 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് 3 മീറ്ററാണ് വേണ്ടത്. ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ 3 മീറ്ററിന് നേരെ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓഫ് സെറ്റ്, അതായത് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ലെഫ്റ്റ് ക്ലിക്ക് സെലക്ട് ചെയ്തു, ദെൻ റൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്താൽ എൻ്റർ അടിച്ചത് സെലക്ട് ഒബ്ജക്റ്റ് പറയണത്. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഇങ്ങോട്ടാണ് നമുക്ക് മാറേണ്ടത്. അതുകൊണ്ട് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് ഏത് ഭാഗത്തേക്കാണ് മാറ്റുന്നത് വെച്ചാൽ അങ്ങോട്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി ഒരു 300 കീബോർഡിൽ എൻ്റർ ചെയ്യുകയാണ്. 300 എന്നിട്ട് കീബോർഡിലെ വലിയ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ അത് ഓഫ്സെറ്റ് 3 മീറ്റർ മാറി ഒരു ലൈൻ വന്നു കഴിഞ്ഞു. അവിടെ അത് എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് തമ്മിലൊന്ന് യോജിപ്പിക്കണം. നമുക്കതിന് ഫില്ലറ്റ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇത് ഫില്ലറ്റ്. ഒന്ന് എസ്കേപ്പ് 2-3 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് ടൂൾ എടുക്കലായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇതിലൊക്കെ സെലക്ഷൻ ആയിട്ട് അതാണ് പൊക്കോളും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതൊന്നും കറക്റ്റായി എന്ന് പറയില്ല. അപ്പോൾ ഞാൻ ഈ ഫില്ലറ്റ് എടുത്തു. നമുക്കിപ്പോൾ ഈ ലൈനായിട്ട് ഇത് യോജിപ്പിക്കും. ഇങ്ങനെ ലൈൻ വരച്ച് യോജിപ്പിക്കുക, അല്ലാതെ നമുക്കല്ല യോജിപ്പിക്കുക. നമ്മളപ്പോൾ ഈ ലൈൻ ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു, മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ഞെക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ വന്നിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിൻ്റെ കോഴ്സർ അവിടെ വന്നപ്പോൾ തന്നെ ലൈൻ സെലക്ട് ആയി കഴിഞ്ഞു. പക്ഷേ ബട്ടൺ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ മൗസിലെ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ വരുള്ളൂ. ക്ലിക്ക് ചെയ്തു. ഓക്കെ. ഇപ്പോൾ 3 മീറ്റർ നീളമുള്ളൊരു ലൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീതി, ഈ ലൈൻ ഇപ്പോൾ ഇത് വന്നു, ഇനി ഈ ലൈനും വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 3 മീറ്റർ മാറിയിട്ട് അടുത്ത ലൈൻ കൊടുക്കാം. വീണ്ടും നമ്മൾ ഓഫ്സെറ്റ് സെലക്ട് ചെയ്യുന്നു, നമ്മളൊരു 300 കീബോർഡിൽ അടിക്കുന്നു, വലിയ കീബോർഡിൽ എൻ്റർ അടിക്കുന്നു. മൗസിൽ ഇവിടെ കൊണ്ടുവന്നിട്ടൊന്ന് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഞെക്കി ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങോട്ട് മാറ്റിപ്പോൾ ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് മാറ്റി ഇത് എത്ര ഉള്ള ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. 300 അടിച്ചിട്ടുണ്ടല്ലോ, നമ്മളൊന്ന് എൻ്റർ അടിച്ചു. അപ്പോൾ കാണാം, ഒന്നുകൂടെ എടുക്കാം. 300 എൻ്റർ അടിച്ചു, സെലക്ട് ഒബ്ജക്റ്റ്. ഇവിടെ കൊണ്ടുവന്നിട്ട് മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ഞെക്കി, വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിവിടെ തടസ്സമായിട്ട് UCS ഐക്കൺ ഇത് കണ്ടോ, ഇതിവിടെ ഒരു കോർണറായിട്ട് തടസ്സം വന്ന് നിൽക്കുക. ഇതൊന്ന് ഈ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി കിടക്കണം. അതിനുവേണ്ടി നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റല്ല, വ്യൂ ശ്രദ്ധിക്കണം. വ്യൂവിൽ ഡിസ്പ്ലേ എടുത്തു, UCS ഐക്കൺ എടുത്തു, ഒറിജിൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ വരില്ല. അതവിടെ എത്ര നീക്കിയാലും അത് അവിടെ ആ മൂലക്ക് പോയി കിടന്നോളും. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും വരച്ചല്ലോ, ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് യോജിപ്പിക്കാം. ഇത് നമുക്ക് ആ ഫില്ലറ്റ് ഉപയോഗിച്ച് യോജിപ്പിക്കാം. ഫില്ലറ്റ് എടുത്തു, ഇതൊന്ന് സെലക്ട് ചെയ്തു, ഇതിലേക്കും ഒന്ന് സെലക്ട് ചെയ്തു. വീണ്ടും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിപ്പീറ്റ് ഫില്ലറ്റ് കൊടുത്തു. ഇതേലൊന്ന് പ്രസ് ചെയ്തു, ഇതേൽ കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു റൂമിൻ്റെ അകമായി. നമുക്ക് മെഷർമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. മെഷർമെൻ്റ് എടുത്ത രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വിശദമായിട്ട് വേറെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എടുത്തു, ഇത് സെലക്ട് ചെയ്തു. ഈ ലൈൻ മൊത്തത്തിൽ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യാണ് പ്രസ് ചെയ്തുകൊണ്ട്. ലെഫ്റ്റ് ബട്ടൺ മൗസിൽ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് മൗസിൽ. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ടാണെങ്കിൽ പുറത്തേക്ക്. എന്നിട്ട് നമ്മൾ വീണ്ടും എൻ്റർ കൊടുക്കുകയാണ്. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്കാണ് അടിക്കേണ്ടത്. ലെഫ്റ്റ് ക്ലിക്ക് ഒന്നിപ്പോൾ മെഷർമെൻ്റ് അവിടെ വന്നു.
ഈ ലെഫ്റ്റും റൈറ്റൊക്കെ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യത. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. ഇടയ്ക്ക് സംശയം കൊണ്ട് ഒന്നുകൂടെ കേട്ട് ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്താൽ മതി. 300 ഇവിടെ വന്നു. ഏതായാലും നമുക്കത് വേണ്ട. ഈ സൈഡും കൂടി എടുത്തേക്കാം. എന്താ മെഷർമെൻ്റ് എടുത്തു, ക്വിക്ക് ഡയമെൻഷൻ എടുത്തു, ഇതൊന്ന് സെലക്ട് ചെയ്തു മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച്. എന്നിട്ട് റൈറ്റ് ബട്ടൺ ഞെക്കി. അപ്പോൾ ഇതാ മെഷർമെൻറ്റ് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ഞെക്കി അവിടെ അവസാനിപ്പിച്ചു, കൈവിട്ടു. ഇതായി 300 സെൻറ്റിമീറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ലൈനുകൾ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മാറണം. ആരോ മാർക്ക് കാണുന്നില്ല, ചെറിയൊരു ആരോ ഒന്നുണ്ടാകും, മൈന്യൂട്ടായിട്ട് അത് കാണുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്കൊരു പ്ലാൻ വരച്ച് എത്തിക്കാവുന്ന പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 300 സെൻറ്റിമീറ്ററിൻ്റെ ഇനി ഇതിന് ഭിത്തി വണ്ണം വേണം 21 സെൻറ്റിമീറ്റർ. നമുക്ക് പഴയതുപോലെ ഓഫ്സെറ്റിൻ്റെ എടുക്കാം. എന്താ ഓഫ്സെറ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു, വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുത്തിട്ട് ഇതാ ഇത് എടുത്ത് സെലക്ട് ചെയ്തു. ഇതാ ഇങ്ങോട്ട് 21, ഞാൻ 21 കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ട മൗസിൽ വീണ്ടും ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ട് വച്ചാൽ മതി. അത് 300 സെലക്ഷനായി കിടന്നത്, അത് നമുക്ക് മാറ്റണം. ഞാൻ 21 സെലക്ട് ചെയ്തു. ഇനി ഒന്നും ചെയ്യാതെ വീണ്ടും 21 ഇവിടെ നിന്ന് ഇങ്ങനെ വരും. വീണ്ടും ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്താണ് നീക്കി വെച്ചിട്ട് വീണ്ടും ലെഫ്റ്റ് ബട്ടൺ തന്നെ അടിച്ച് കഴിഞ്ഞാൽ അവിടെ വരും. ഇവിടെ ഒന്ന് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തു, ഇങ്ങോട്ട് വന്നു. ഒന്ന് ലെഫ്റ്റ് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്താലാണ് അതവിടെ തീരുള്ളൂ, അലി മാഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത് തമ്മിൽ വീണ്ടും ഫില്ലറ്റ് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ യോജിപ്പിക്കുകയാണ്. വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, വീണ്ടും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു, ഇവിടെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനിയും റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെച്ചു, ഇത് വെച്ചു. എന്താ വെച്ചാൽ നമ്മൾ വേറെ ടൂളൊന്നും എടുക്കാത്തതാണ് അതങ്ങനെ സെലക്ഷൻ ആയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഫില്ലറ്റ് എടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ അങ്ങനെ എളുപ്പത്തിലായല്ലോ. ഇനി നമുക്ക് എസ്കേപ്പ് 2-3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്തേക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ടൂളെല്ലാം വന്ന് കിടക്കേണ്ടതൊക്കെ പോയി കിടക്കാനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും സെലക്ഷൻ ആവില്ല. ഇതൊക്കെ സെലക്ഷൻ ആവണമെങ്കിൽ ടൂള് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു 3 മീറ്റർ നീളം വീതിയുള്ള റൂം വന്നു, 21 സെൻറ്റിമീറ്റർ ഭിത്തി വണ്ണവും വന്നു. ഇനി നമുക്കിതിന് ഡോറ് കൊടുക്കണം, വിൻഡോ കൊടുക്കണം. നമുക്കൊരു പണി ചെയ്യാം. ഡോർ കൊടുക്കാനായിട്ട് ഡോറിൻ്റെ ഓപ്പണിങ് ഇവിടെ ഒന്ന് ക്രോസ് ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് വീണ്ടും ഡോറിന് സാധനം 90 സെൻറ്റിമീറ്ററാണ് ഫ്രണ്ട്. അതിൽ 110, 100, 120, 130 കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ബെഡ്റൂമിനൊക്കെ 90 കൊടുക്കാറ് ഡോറിൻ്റെ വീതി. നമ്മൾ ബെഡ്റൂമിന് കൊടുക്കാറുള്ള ഒരു 90 സെൻറ്റിമീറ്ററാണ് നമ്മളിപ്പോൾ നിലവിൽ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ എന്താ ചെയ്യുന്നത് മനസ്സിലായോ? ഒരു ലൈൻ വരെ ഇവിടുന്ന് ഓഫ്സെറ്റ് എടുത്തു, ഒരു 90 കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ട് കീബോർഡിൽ തന്നെ എൻ്റർ ചെയ്തു. വീണ്ടും ലൈൻ സെലക്ട് ചെയ്തു, ഇങ്ങോട്ട് നീക്കി വെച്ച് വീണ്ടും മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നു. ഇനി ഇത് ട്രിമ്മ് ചെയ്യാണ്. ഉണ്ടോ? ട്രിമ്മ് ചെയ്ത് എന്താണെന്ന് മനസ്സിലായോ? പിടികിട്ടി കാണില്ല. ട്രിം ബട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഞെക്കി ഇവിടെ വന്ന് ലെഫ്റ്റ് ബട്ടൺ ഞെക്കിയതിന് ശേഷം റൈറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന് ശേഷം ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് കാണും, മാഞ്ഞു ഇതുപോലെ. അതൊന്ന് നോക്കി വീണ്ടും ഒന്നും ചെയ്യുക. അങ്ങനെ തന്നെ ഒന്നോടെയും പ്രസ് ചെയ്താൽ അവിടെ പോയി കിട്ടും. മനസ്സിലായില്ല? ഒന്നോടെയും പറഞ്ഞുതരാം. ഇത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഞെക്കി ഇവിടെ വന്നിട്ട് റൈറ്റ് ബട്ടൺ ഒന്ന് ഞെക്കിയതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. ഓക്കെ. ഇതെന്താണ് ഇതിങ്ങനെ ട്രിമ്മ് വന്നേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ ലൈൻ ആയതുകൊണ്ടാണ്. ഇവിടെ ഒരു ജംഗ്ഷനുള്ള കാരണമാണ്. ആ സമയത്ത് ഇവിടെ നിന്ന് ഒരു ലൈനാണെങ്കിൽ ട്രിമ്മ് എടുത്തു കഴിഞ്ഞാൽ ട്രിമ്മ് പോവില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻ്റെ ഇപ്പുറം ട്രിം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ട്രിം ചെയ്യാൻ പറ്റും. കാരണം ഒരു കണക്ഷൻ അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത് നമ്മൾ എറൈസ് കൊടുക്കുന്നത്. എറൈസ് എന്ന് പറഞ്ഞ ബട്ടണാണ് ഇത്. എറൈസ് എന്ന് എഴുതി കാണിക്കുന്നത്. ഇത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് സെലക്ഷൻ ഇത് ഒന്ന് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എറൈസ് അതങ്ങനെ അവിടെ പോകും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയും പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു D1 എന്നാണ് ഡോറിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ D1 നമുക്ക് കൊടുക്കാം. D1 കൊടുത്തു.
അതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് ഇവിടെ കൊടുക്കണം. എന്താ ഇവിടെ അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ ബോക്സ് തെളിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഇവിടെ നമുക്കൊരു 23 മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ സംഭവം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. ഇത് 23 സെലക്ഷൻ ആയില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് കാണാതെ പോയത്, കാണാതെ വന്നത്. ഒന്നുകൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കൊടുക്കാം. 23 സെലക്ഷൻ ആയതുകൊണ്ട് ഇനി കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ 0 വന്നിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ D1 കൊടുത്തു. നമ്മൾ 23 കൊടുത്തു. ഓക്കെ കൊടുത്തു. അതൊരുപാട് ദൂരമായിട്ട് അത് നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഫോർമാറ്റിൽ നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ അങ്ങനെ വരാതെ ഇരിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ എടുക്കണം. ടെക്സ്റ്റ് സ്റ്റൈലിൽ ഇത് അളവ് കൊടുത്തിട്ടില്ല. അതാണ് ഇതിൽ വന്ന പ്രശ്നം. നമുക്കാണ് തന്നെ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. ഞാൻ 23 കൊടുത്തു, അപ്ലൈ കൊടുത്തു, സെറ്റ് കറൻറ്റ് കൊടുത്തു, ക്ലോസ് കൊടുത്തു. ഇനി നമ്മൾ സ്റ്റൈലിൽ കറക്റ്റായിട്ട് വന്നോളും. ഇനിയിപ്പോൾ നമുക്ക് 23 അവിടെ വന്നു. D1 കൊടുത്തു, ഓക്കെ കൊടുത്തു. അത് ടെക്സ്റ്റ് സ്റ്റൈലെടുത്ത് ക്ലിയർ ചെയ്യണം അങ്ങനെ വരാത്ത കേസിൽ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യാമായിരുന്നെന്ന് വെച്ചാൽ ഇത് ചെയ്തു വരുമ്പോൾ നമ്മൾ പറഞ്ഞ് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ്, അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ D1 കിട്ടി. ഇനി നമുക്കൊരു ഓഫ് സെറ്റ്, ഒരു സൺഷെയ്ഡൊക്കെ ഉണ്ടല്ലോ 60 സെൻറ്റിമീറ്റർ, നമ്മളൊരു 60 കീബോർഡിലെടുത്തു, എൻ്റർ അടിച്ചു, ഇങ്ങനെ കൊടുത്തു. ഇത് സൺഷെയ്ഡാണ്. 60 സെൻറ്റിമീറ്ററാണ് സാധാരണ നോർമൽ നമ്മൾ പുറമേട്ട് കൊടുക്കാറ്. അത് ഇപ്പോൾ കൊടുത്തു. ഇങ്ങനെ ഇത് ഫില്ലറ്റ് ചെയ്യുന്നു. ഫില്ലറ്റ് ചെയ്യാനൊക്കെ അറിയാമല്ലോ. ഓഫ് സെറ്റ് എടുക്കാനും ഞാൻ ആദ്യം എടുത്തപ്പോൾ മനസ്സിലായില്ലേ ഓഫ് സെറ്റ് എടുക്കണം എങ്ങനെയാണെന്ന്. ഇത്ര എടുത്തു. ഇനി നമുക്കിതിൽ വിൻഡോ കൊടുക്കണം. നമുക്ക് അതിനിതിൻ്റെ സെൻറ്ററിലൊരു 3 വാളി കൊടുക്കാം. അപ്പോൾ സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്ത് ഈ സെൻറ്റർ ലൈൻ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇങ്ങനെ സെലക്ഷനായിട്ട് വരും. ഇത് കണ്ട ഒരു സ്നാപ്പ് വന്നതാണ്. സ്നാപ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ OS കീബോർഡിൽ അടിച്ചിട്ടൊന്ന് എൻ്റർ അടിച്ചു കൊടുക്കാം. ഇതിലെല്ലാം സെലക്ഷനായി കിടക്കാം. ഇതിൽ നമുക്കിപ്പോൾ മിഡ് പോയിൻ്റ് സെലക്ഷനായി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ മിഡ് പോയിൻ്റ് വന്നത്. പിന്നെ എൻഡ് പോയിൻ്റൊക്കെ നമുക്ക് സെലക്ഷനായി കിടക്കുന്നതുകൊണ്ടാണ് എൻഡ് പോയിൻറ്റിലൊക്കെ ആ സ്നാപ്പ് വന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്നാപ്പ് വരാതെ വരുമ്പോൾ എൻഡിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ ആ എൻഡിൽ കറക്റ്റ് കിട്ടാതെ വരും. അപ്പോൾ ഇതിപ്പോൾ ഓൾ കൊടുത്ത് സെലക്ട് ഓൾ കൊടുത്ത് ഓക്കെ അടിച്ചിട്ടാണ്. OS ആണ് അതിന് ഷോർട്ട് ഫോം. കീബോർഡിൽ OS എന്ന് അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം വരും ബോക്സ്. അതെല്ലാം ഓണാക്കിയിടാം. പിന്നെ ഏതെങ്കിലും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഏതെങ്കിലും ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഒഴിവാക്കിയിടാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ സെൻറ്റർ ലൈൻ വരച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ലൈൻ ഇവിടെ ഈ എൻഡിൽ കൊണ്ടുവന്നു. ഈ എൻഡ് ലൈനൊക്കെ തെളിഞ്ഞു വന്നത് ആ സ്നാപ്പിൽ എൻഡ് പോയിൻ്റ് ഓണായി കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് 50 സെൻറ്റിമീറ്റർ വെച്ചാണ് ഒരു പാളിക്ക്. അപ്പോൾ 3 പാളിയാകുമ്പോൾ 150. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം 50 അടിച്ചു. ഈ ഓഫ് സെറ്റാണ് ഉപയോഗിക്കണത് ഇതിന്. 50 50 50 3 പാളി ഇവിടെ വന്നു. ഏതായാലും തൽക്കാലം ഈ വര ഒന്ന് മാറ്റി പിടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ജനൽ ഏകദേശം കൊണ്ടുപോകുമല്ലോ. ഇനി നമ്മൾ ജനലിൻ്റെ സെൻറ്റർ ഇവിടെ ഒരു വര വരച്ചു. ഈ ലൈനിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതിനെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സെൻറ്റർ ലൈനിൽ കറക്റ്റ് മുട്ടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇനി നമ്മൾ ഈ ലൈൻ സെൻറ്റർ പോയിൻ്റ് കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. സെൻറ്റർ ഇവിടെയാണ്. ഇതൊന്ന് മൂവ് ചെയ്തിട്ട് ഈ പോയിൻ്റ് സെലക്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ സെൻറ്ററായല്ലോ. അപ്പോൾ ഓക്കെ സെൻറ്ററായി. പ്രത്യേകിച്ച് നമ്മൾ അളവെടുക്കാനൊന്നും നിൽക്കണ്ട, അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം. അതായത് കോപ്പി മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു,
ഇതൊന്ന് മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ മൗസിൻ്റെ സെലക്ട് ചെയ്തു, ഒന്ന് ലെഫ്റ്റും ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കാണ്. അത്രയും നീക്കി കഴിയുമ്പോൾ നമ്മളൊന്ന് എസ്കേപ്പ് അടിച്ചു, അപ്പോൾ അവിടെ നിന്നു. ഇനി നമുക്കതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേഷൻ കീ ആണിത്. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മളിത് അവിടെ കൊടുത്തു, ഇങ്ങോട്ട് ഇവിടെ വന്നു റൊട്ടേഷൻ. അത് നമുക്കിങ്ങനെ മൗസ് മാറ്റുന്ന നമുക്ക് അറിയാം കേട്ടോ. മൗസ് ക്ലിക്ക് ചെയ്യൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ മൗസ് മാറ്റിയാൽ മതി. ഇത് F8 അടിച്ചില്ലെങ്കിൽ F8 അടിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും, ഇങ്ങനെ ചെരിഞ്ഞ വരും. അപ്പോൾ കറക്റ്റ് നമുക്ക് ലെവലിൽ കിട്ടുന്നില്ല. അപ്പോൾ F8 അടിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതിവിടെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് വയ്ക്കാം ആദ്യം തന്നെ ഇതിനകത്ത്, എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇതിപ്പോൾ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് സെൻറ്ററാക്കാൻ പാടില്ല, ഇതിൻ്റെ സെൻറ്റർ ലൈൻ എടുത്തു, ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ വിൻഡോ മൊത്തം സെലക്ഷൻ ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇതിങ്ങനെ കൊണ്ടുവന്ന് ഈ സെൻറ്റർ ലൈനിന് ഒട്ടിച്ചപ്പോൾ അത് ഓക്കെ. വല്ലതും പിടികിട്ടിയാ? ഒന്നുകൂടെ ഞാൻ വരച്ച് കാണിച്ചുതരാം, കൊണ്ടുവന്ന് പറയാം. അതിലൊരു ലൈൻ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണില്ല, ഞാൻ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതൊന്ന് ഇവിടെ ഇരിക്കുകയാണ് നിലവിൽ പഴയതുപോലെ തന്നെ. ഇതാണ് നമ്മുടെ സെൻറ്റർ ലൈൻ. അപ്പോൾ നമുക്കിനി വിൻഡോ ഈ സെൻറ്റർ ലൈൻ വരണം. മൂവ് എടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നു, ഇതിൽ മുട്ടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വിൻഡോ 2 റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് വിൻഡോ 3 എന്ന് കൊടുക്കാം. 3 പാളിയായതുകൊണ്ട് നമുക്ക് 3 എന്ന് കൊടുക്കാം. W3. ഇത് സ്മോൾ ലെറ്റർ നമുക്ക് വലുതാക്കണത് ഇവിടെ വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വലുതാക്കാം, അല്ലെങ്കിൽ ഇവിടെ ചെറുതാക്കിയത്. നമ്മൾ വലുത് കൊടുത്തു. കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം കേട്ടോ. ഇവിടെ കളർ സെലക്ഷൻ ചെയ്യുക. ഇത് സെലക്ഷൻ ചെയ്ത് എടുക്കുമ്പോഴാണ്, സെലക്ഷൻ ഇല്ലാത്തപ്പോൾ കൊടുക്കരുത്. ഇപ്പോൾ സെലക്ഷൻ ചെയ്യുമ്പോൾ റെഡ് ആക്കുക. നമ്മൾ ബ്ലാക്ക് തന്നെ കൊടുക്കണം. റെഡ് ആയി കഴിഞ്ഞാൽ പ്രിൻറ്റിൽ വരില്ല. പ്രിൻറ്റിൽ തെളിയാതെ വരും. അല്ലെങ്കിൽ പിന്നെ കളർ പ്രിൻ്റ് എടുക്കേണ്ടി വരും, ബ്ലാക്ക് ആവില്ല, തെളിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഓക്കെ കൊടുത്തു. ഇത് ബോൾഡാക്കാം കേട്ടോ. പിന്നെ അണ്ടർലൈൻ ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് ചെരിച്ചു കൊടുക്കണമെങ്കിൽ ചെരിച്ചും കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ബോൾഡും വേണ്ട, അണ്ടർലൈനും വേണ്ട. പിന്നെ ഇതിൻ്റെ സ്റ്റൈല് മാറ്റാം. ഏരിയൽ എന്നുള്ളത് നമുക്കിത് ഈ വെർഡന എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇതെടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതെടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലെറ്റർ. ഞാനതാ ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം, ഞാനത് ഉപയോഗിക്കണമെന്നുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ വന്നത്, ഇതിപ്പോൾ F8 അടിച്ചില്ലെങ്കിൽ ഇവിടെ വരില്ല, ഇങ്ങനെ ചെരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ F8 അടിച്ചു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. F8 ഒന്ന് പ്രസ് ചെയ്തു, കളഞ്ഞു. ഇനി ഇതിന് നമുക്ക് ബെഡ്റൂം എന്ന് പേര് കൊടുക്കാം. BED ബെഡ്റൂം. ഈ അക്ഷരം ഒന്ന് വലുതാക്കിയേക്കാം, ഈ അക്ഷരം ഒന്ന് വലുതാക്കിയേക്കാം. ഓക്കെ കൊടുക്കാം. മൗസ് കൊണ്ടേ ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് ഇങ്ങനെയൊക്കെയാണ് വരുള്ളൂ ഇത്. അപ്പോൾ നമുക്ക് ഈ കോർണറിലേക്ക് ഒന്ന് അടുപ്പിക്കാനായിട്ട് F8 ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വെള്ളം വരും, നമ്മളത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. സൺഷെയ്ഡ് 60 സെൻറ്റിമീറ്ററിൽ വരച്ചിട്ടുണ്ടല്ലോ. ഈ സൺഷെയ്ഡ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ലൈൻ കൊടുക്കണം. നമ്മൾ ഇവിടെ ലെയറുണ്ട്, ലെയറിൽ ഇപ്പം നിലവിൽ ഡോട്ട് ലൈൻ ഒന്നും കാണില്ല. നമ്മൾ അതേഴ്സ് എടുത്തു, അതേഴ്സിൽ ലോഡ് കൊടുത്തു. ലോഡിൽ പല ലൈനുകളുണ്ട്, നമ്മളതിൽ ഒരു ഡോട്ട് ലൈൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇതിലും ഓക്കെ കൊടുത്തു. അപ്പോൾ അത് നമ്മുടെ ഇതിൽ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സേവ് ആയിട്ടുണ്ടാവും, ആ ലൈൻ നമ്മുടെ സേവ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ആ ലൈൻ ക്ലിക്ക് ചെയ്യാം. വേണ്ട ഓട്ടോകാഡ്, അത് നമുക്ക് ഇതൊന്ന് ലൈൻ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇതിൽ നിന്ന് ഈ ലൈൻ ക്ലിക്ക് ചെയ്താൽ അത് ഡോട്ട് ലൈൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ ഒക്കെ വ്യത്യാസപ്പെടുത്താം. അതേഴ്സിൽ പോയിട്ട് ഇവിടെ വാല്യൂ
മാറ്റം വരുത്തുമ്പോൾ അതിൽ മാറ്റം വരുന്നത് നമുക്കറിയാൻ പറ്റും. ഈ 1 2 3 ആക്കുമ്പോൾ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം, മാറ്റം വരുത്തുമ്പോൾ അങ്ങനെ മാറ്റം. ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുകയാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് മാച്ച് പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒട്ടിച്ച് വിട്ടാൽ മതി. ഇത് മാച്ച് പ്രോപ്പർട്ടി ഇത് എവിടെയുണ്ട്. മാച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെയും ഒന്നുകൂടെയും പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ പ്രസ് ചെയ്തു മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണാണ് ക്ലിക്ക് ചെയ്തു. ഇനി റൈറ്റ് ബട്ടൺ അടിച്ച് അവസാനിപ്പിച്ചു. ഇപ്പം എല്ലാം ഡോട്ട് ലൈനായി. ഇനി നമുക്ക് മെഷർമെൻ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. 300, 21, 60 എല്ലാം ഓക്കെ ഉണ്ട്. 300, 21, 60. 300 എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ, 21 ഭിത്തി വണ്ണം, 60 സൺഷൈൻ്റെ വീതി. അത് തന്നെ നമ്മൾ വീതി ഡയമെൻഷൻ ഇങ്ങോട്ടും കൊടുക്കാം. ജനലിലേക്ക് സെലക്ഷൻ കയറി കഴിഞ്ഞാൽ അളവ് അതിൻ്റെയും കൂടി അളവ് കയറി വരും. അപ്പോൾ അത് കറക്റ്റ് ആവില്ല. 60, 21, 300, 21, 60. ഇനി മെഷർമെൻറ്റൊക്കെ ഇതൊക്കെ പല ഇതിലൊക്കെ വന്നേക്കണം. അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കും. ഇപ്പോൾ ഡോട്ട് ലൈൻ വന്നേക്കണമെന്ന് വെച്ചാൽ നമ്മളിവിടെ സെലക്ഷൻ ഡോട്ട് ലൈൻ, അത് നമുക്ക് ബൈ ലെയർ ഇട്ട് കൊടുക്കണം. എന്നാലാണ്, അല്ലെങ്കിൽ ഇനി വരയ്ക്കണ എല്ലാം ഈ ഡോട്ട് ലൈനായി പോകും. അപ്പോൾ നമ്മൾ ബൈ ലെയർ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ നിലവിൽ ഡയമെൻഷൻ്റെയൊക്കെ ഇത് മാറ്റി കഴിഞ്ഞാൽ ഈ ലൈൻ വരയ്ക്കുന്നത് വരെയും ഡോട്ട് ലൈനായി പോകും. ബൈ ലെയർ എപ്പോഴും ആണോ എന്ന് നോക്കണം. ഡോട്ട് ലൈനാണ് വരണമെങ്കിൽ ബൈ ലെയർ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബൈ ലെയർ ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ആ ഡോട്ട് ലൈനൊന്നും വരില്ല മെഷർമെൻറ്റിൽ. നോക്കിക്കോട്ടോ, ഉണ്ടോ? ഇപ്പോൾ ഡോട്ട് ലൈനൊന്നും വന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴും ഡോട്ട് ലൈനൊന്നും വന്നിട്ടില്ല, ഉണ്ടോ? അപ്പോൾ ഈ മെഷർമെൻറ്റിലൊക്കെ ഈ ലൈനുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ശല്യമായിട്ട് അതിങ്ങനെ അത്രയും തള്ളിയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതിൽ ഒരു പ്ലാൻ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പണികളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ടൂളുകളൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ നിലവിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഇത്രയും ഭാഗം നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഇതിൽ കമൻ്റ് ഇട്ടാൽ മതി, അതിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതാണിപ്പോൾ നമുക്ക് ഒരു ഡ്രോയിങ്. ഇപ്പോൾ നമ്മൾ നിലവിൽ ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത ഒരു ഫയൽ ഇനി ഇതൊരു ഫയലാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് നഷ്ടപ്പെടാതെ നമ്മളൊരു ഫയലായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഫയൽ എടുക്കുക, എന്നിട്ട് സേവാസ് കൊടുക്കണം. ഒരു പ്രാവശ്യം ഫസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സേവാസ് കൊടുക്കണം. സേവാസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഡി ഡ്രൈവ്, ഏതെങ്കിലും ഡ്രൈവ് സെലക്ട് ചെയ്യാൻ. ഞാൻ സി ഡ്രൈവിൽ ഒരിക്കലും ചെയ്യരുത്, അതിലൊരുപാട് സോഫ്റ്റ്വെയറൊക്കെ ഉണ്ടെങ്കിൽ ലോഡ് കൂടും. നമുക്ക് ഡി ഡ്രൈവ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്. ഇവിടെ ക്ലാസ് 1 ഓട്ടോകാഡ് ക്ലാസ് 1 എന്നാണ് കൊടുക്കാം. ക്യാപ് ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ അക്ഷരത്തിൽ കാണാൻ പറ്റും. ഓട്ടോകാഡ് ക്ലാസ് 1. അപ്പോൾ നല്ല വലുതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സേവ് അങ്ങോട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫയൽ ക്ലോസ് ചെയ്താലും ഓട്ടോകാഡ് ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ അതിലുണ്ട്. ഇനി നേരിട്ട് അതിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം സെറ്റിങ്സൊക്കെ ഇതിൽ ഇങ്ങനെ ഇടുന്നുള്ളൂ. ഇനി നമുക്കിപ്പോൾ നിലവിൽ സെറ്റ് ചെയ്തിട്ടാണൊന്നും ഇനി മാറ്റേണ്ട കാര്യമില്ല. നിലവിൽ ഇനി ഈ ഡ്രോയിങ് ഫയൽ എപ്പോഴും എടുക്കുമ്പോഴും ഇതിങ്ങനെ തന്നെ ഇടുന്നുള്ളൂ. ഇനി അങ്ങനെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫയൽ വീണ്ടും ഒന്ന് ഓപ്പൺ, ആ ഫയലിൽ നിന്ന് ഡി ഡ്രൈവിൽ നിന്ന് ഓപ്പൺ ചെയ്ത് എടുത്തേക്കാമെന്ന് വെച്ചത്. ഇത് എടുത്തേക്കാണെങ്കിൽ ഇനി വീണ്ടും സേവ് ഇത് ചെയ്യണമെങ്കിൽ വെറുതെ സേവ് കൊടുത്താൽ മതി. ഇങ്ങനെ സേവ് കൊടുത്താൽ മതി. സേവാസ് കൊടുക്കണം. ഇനി ഇപ്പോൾ ക്ലാസ് 1 അങ്ങനെ ഇരിക്കട്ടെ, ക്ലാസ് 2 ആയിട്ട് വേറെ ഒരെണ്ണം കൊടുക്കാമെന്നുണ്ടെങ്കിൽ വീണ്ടും സേവാസ് കൊടുത്തിട്ട് പറഞ്ഞ പോലെ തന്നെ ഡി ഡ്രൈവ് സെലക്ട് ചെയ്ത് അതിൽ ഫയലിൽ പേര് കൊടുത്ത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ക്ലാസ് 2 എന്നും പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുമായിട്ട് നമുക്കൊരു പ്ലാൻ എന്നും കൂടി ഇവിടെ എഴുതിയേക്കാം. ഇവിടെ പ്ലാൻ, നമ്മൾ പ്ലാനാണല്ലോ വരയ്ക്കുന്നത്. എലിവേഷൻ വരയ്ക്കാനും 3D വരയ്ക്കാനൊക്കെ ബേസ് പ്ലാനാണ്. സെക്ഷൻ വരയ്ക്കാനും പ്ലാനാണ്. ഒരു സൈറ്റ് പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്ലാൻ സെറ്റ് ചെയ്യാൻ പഞ്ചായത്തിൽ പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ വരയ്ക്കുമ്പോൾ ഈ പ്ലാൻ ബേസാണ്. പ്ലാൻ വെച്ചിട്ടാണ് ചെയ്യണത്.
അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് അടുത്ത പാർട്ടിൽ പറഞ്ഞു തരാം. തൽക്കാലം ഇതിപ്പോൾ പഠിക്കുക. ഉടൻ തന്നെ അടുത്ത പാർട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് ഇപ്പോൾ ഈ പ്ലാൻ എന്ന് എഴുതിയതുകൊണ്ട് ഞാനൊന്ന് സേവ് കൊടുക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തതാണ് അത്രേ അതിൽ സേവ് ആയിട്ടുണ്ടാവുള്ളൂ. പ്ലാനും കൂടി ചേരാൻ വേണ്ടി ഞാൻ സേവ് കൊടുത്തു. സേവ് കൊടുക്കാൻ കാരണം ആ ഫയലിലേക്ക് പൊക്കോളും. സേവാസ് കൊടുക്കേണ്ട കാര്യം സേവാസ് നമ്മൾ കൊടുത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ക്ലോസ് ചെയ്യാണ്. നമുക്കൊന്ന് നോക്കാം. അതിൽ മൈ കമ്പ്യൂട്ടർ എടുത്തു, ഓപ്പൺ എടുത്തു. നമ്മൾ ഡി ഡ്രൈവിലാണ് സേവ് ചെയ്തത് അല്ലേ? അപ്പോൾ ഡി ഡ്രൈവിൽ ഓട്ടോകാഡ് ക്ലാസ് 1 എന്നും പറഞ്ഞ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ പ്ലാനിന് എഴുതിയതും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മളെപ്പോൾ ഡ്രോയിങ് വരയ്ക്കാനുള്ള ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വന്നാൽ മതി. ഏത് പ്ലാൻ വരയ്ക്കാനുള്ള ഇതൊരു ബേസിക് ഫയലായിട്ട് എടുത്തിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മളൊരു ഇനി പുതിയതായിട്ട് ഓട്ടോകാഡിൽ നിന്നും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാ സെറ്റിങ്സും ഒന്നുകൂടെയും ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒന്നും ചെയ്യണതാണ്. ഇത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലൊരുപാട് ഹാച്ചസ് കൊടുക്കും, റബിളിൻ്റെ ഡിസൈൻ, കോൺക്രീറ്റ് ഡിസൈൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതിന് റൂമിൻ്റെ ഹൈറ്റുകൾ എത്രയാണ് കൊടുക്കേണ്ടത് അതിനെല്ലാം വിശദമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരു സിവിൽ എൻജിനീയർ, സിവിൽ പഠിക്കാത്ത ഒരാൾക്ക് ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നല്ലൊരു പ്ലാൻ വരയ്ക്കുന്ന ഒരു സിവിൽ എൻജിനീയർ ചെയ്യുന്ന അതേ ജോലികൾ തന്നെ ഒരു പ്ലാൻ വരച്ച് പഞ്ചായത്തിൽ പെർമിഷൻ വാങ്ങിക്കാവുന്ന ഡ്രോയിങ് ഒക്കെ തയ്യാറാക്കി കൊടുക്കാവുന്ന രീതിയിൽ ഇതിൽ ഈ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. അതുപോലെ മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ഞെക്കാനും മറന്നു പോകരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് അതും മറന്നു പോകരുത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഞാൻ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. ഇനിയിപ്പോൾ ഓട്ടോകാഡ് ഡ്രോയിങ് സേവ് യെസ്. എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ. ഞാൻ ഇപ്പം നിലവിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഒന്നുകൂടി പറയാണ്. ഓക്കെ, ബൈ.